പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ സൗന്ദര്യവൽക്കരണ ജോലി ചെയ്തയാൾക്ക് പണം അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ആത്മഹത്യാക്കുറിപ്പുമായി യുവാവിന്റെ സമരം. 2 ലക്ഷത്തോളം രൂപ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് യുവാവ് ആശുപത്രി ഗേറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ കായകൽപ്പ അവാർഡ് നിർണയത്തിന് മുന്നോടിയായി സൗന്ദര്യവൽക്കരണ ജോലികൾ നടത്തിയ പൊന്നാനി കല്ലിക്കട സ്വദേശി പുളിക്കൽ വീട്ടിൽ സന്തോഷ് കുമാറാണ് ആത്മഹത്യാക്കുറിപ്പെഴുതി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. ആശുപത്രിയിൽ ഡ്രോയിംഗ് ജോലികൾ ചെയ്യുന്നതിനിടെ ഗാർഡനിംഗ്, സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ഉൾപ്പെടെ ചെയ്യിപ്പിച്ചിട്ടും ഇതിനുള്ള പണം ആശുപത്രി അധികൃതർ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഡ്രോയിംഗ് ജോലിക്കിടെ ആശുപത്രി പെയിന്റിംഗ് നടത്താൻ ഏൽപ്പിക്കുകയും പണികൾ പൂർത്തീകരിച്ചിട്ടും പണം നൽകിയില്ലെന്നും പലയിടത്തു നിന്നും പണം കടം വാങ്ങിയാണ് പ്രവർത്തികൾ നടത്തിയതെന്നും പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. ഓണത്തിന് മുമ്പ് ഞാൻ ഇവിടെ കായകൽപ്പത്തിന്റെ പേരും പറഞ്ഞ് എന്നെ പണിക്ക് വിളിച്ചതാണ്. അത് പെയിന്റിങ് ഞാൻ ഡ്രോയിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് എന്നോട് പറഞ്ഞത് PRO ആശുപത്രിയുടെ ചുറ്റുമതിലുകളൊക്കെ പെയിന്റ് അടിക്കാൻ. അങ്ങനെ ഡെയിലി വേജസിന് വേണ്ടിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 4 പണിക്കാരെയും കൊടുന്ന് ആശുപത്രിയുടെ പുറംഭാഗം ഉൾഭാഗം മതിലുകളൊക്കെ പെയിന്റ് അടിപ്പിച്ചു. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറയണത് ഇത് കൊട്ടേഷൻ പ്രകാരം തരാൻ പറ്റുള്ളൂ, അതിൻ്റെ പേരിൽ ഇപ്പോൾ പൈസ തരാൻ പറ്റില്ല. സന്തോഷം ഒരു കാര്യം ചെയ്ത് 90,000 അഗ്രിമെൻ്റ് എഴുതി അതിന് ശേഷം വേറൊരു ബില്ലും കൂടി കണക്കാക്കിയിട്ട് എൻ്റെ പണിക്കാർക്കുള്ള പൈസ തരാം എന്ന് പറഞ്ഞിട്ട് PRO പറഞ്ഞതിനനുസരിച്ച് ഞാൻ പൈസ പണിയെടുപ്പിച്ച് 4 പണിക്കാരെ വെച്ച് ഞാനടക്കം 5 പേര് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായി ചില പണികൾ എനിക്ക് ഫുള്ളാക്കാനും പറ്റിയില്ല. അത് പൈസ ഇല്ലാതെ എൻ്റെ പേരിൽ. അതിന് PRO പൈസ തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കാർ പണയം വെച്ചു, സ്കൂട്ടർ പണയം വെച്ചിട്ടൊക്കെ ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ പണിക്കാരെ വെച്ചിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചതും പണിയെടുപ്പിച്ചു. അതുപോലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു. ഒരുപാട് വർക്കുകൾ, ഈ ഗാർഡൻ്റെ വർക്കുകൾ, വെൽഡിങ് വർക്കുകൾ ഇതൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് PRO അതുകൂടാണ്ട് ആശുപത്രി ഫ്രണ്ടിൽ കോൺക്രീറ്റ് അടക്കം ചെയ്തു. അതിനടക്കം PRO 16,000 റുപ്യ എൻ്റെ പേരിൽ അക്കൗണ്ടിൽ എഴുതി മേടിച്ചു. അതുകൂടാണ്ട് എൻ്റെ പേരിൽ തന്നെ ഒരു 20,000 റുപ്യ PRO അക്കൗണ്ടൻറ്റിന് ഇടുന്ന് മേടിച്ചു. മുമ്പ് കൊടുത്ത ഒരു വർക്കിൻ്റെ ആർക്കോ കൊടുക്കാനുള്ള 15,000 റുപ്യ എൻ്റെ പേരിൽ മേടിച്ചു. ഇതൊക്കെ കൊടുത്തിട്ട് എൻ്റെ പേരിൽ എനിക്കിപ്പോൾ പൈസ കിട്ടുന്നില്ല. ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം പലിശക്കാരും കടക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഡെയിലി വരികയാണ്. എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ കായകൽപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ബുധനാഴ്ച അന്ന് കഴിഞ്ഞ ബുധനാഴ്ച കായകൽപ്പത്തിന് മുമ്പ് PROനെ കോർപ്പറേഷനിലേക്ക് വിളിപ്പിച്ച് ചെയർമാനും ഡെപ്യൂട്ടി എല്ലാവരും സംസാരിച്ചതാണ്. അപ്പോൾ അവർ പൈസ എടുത്തെന്ന് പറയുകയും ആ പൈസ തരാമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച ആയിരുന്നു വ്യക്തമായൊരു തീരുമാനം ഡേറ്റും തരാമെന്ന് പറഞ്ഞു. അന്ന് അവർ കോർപ്പറേഷനിൽ വിളിപ്പിക്കുക, എനിക്കൊരു തീരുമാനം തരിക ചെയ്തിട്ടില്ല. 2 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് തരാനുണ്ട്. വരച്ചതിൻ്റെ പൈസ തന്നെ 1,00,000 റുപ്യ തരാണ്ട്. അതുകൂടാണ്ട് ഗാർഡൻ വർക്കുകൾ, പെയിൻറ്റിങ് ചെയ്ത പൈസ അതൊക്കെ കൂടിയിട്ട് 2,00,000 റുപ്യ എനിക്ക് തരാനുണ്ട്. നമ്മളിവിടെ കാണുന്നതല്ലേ, ഇവിടെ നേരം പോലത്തെ അന്ത്യവളൊക്കെ പണിയെടുക്കണേ ശരിയാണ്. അല്ലാതെ ഇപ്പോൾ 2, 3, 4 പണിക്കാരൊക്കെ വെച്ചിട്ട് പണിയെടുക്കുക, ഇവിടെ കൊടുന്നിട്ട് പണിയെടുപ്പിച്ചതിനൊക്കെ ശരി തന്നെയാണ്. നേരം പോലത്തെ അന്ത്യവളം ഇവിടെ വന്നിട്ട് ഈ കോൺക്രീറ്റിൻ്റെ പണിയൊക്കെ ഇവരാണ് എടുപ്പിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ ഇവരെ പുറത്താക്കിയിട്ട് വേറെ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് വേറെ പണി എടുക്കണേ. എന്നാൽ സന്തോഷ് കുമാറിന് 1,15,320 രൂപ 8 തവണകളായി നൽകിയിട്ടുണ്ടെന്നും പെയിന്റിംഗ് ജോലിക്കായി കൊട്ടേഷൻ നൽകിയ ശ്രീനാഥിന് 90,000 രൂപ നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. വിഷയത്തിൽ സന്തോഷ് ഇതുവരെ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടില്ലെന്നും ബിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് പണം നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരു പതിറ്റാണ്ടിലധികമായി വടക്കേക്കാടിനെ പൊന്നണിയിച്ച കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ, പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.